വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പഴയ നിയമത്തിലെ 4-ാം പുസ്തകമായ സംഖ്യാപുസ്തകം 46 അധ്യായങ്ങളിലായി സീനായ് മലയിലെത്തിയ ഇസ്രായേൽ ജനത്തിന്റെ മോവാബ് താഴ്വര വരെയുള്ള 40 വർഷത്തെ യാത്രാ ചരിത്രമാണ് വിവരിക്കുന്നത്. ഈ യാത്രയുടെ ആരംഭത്തിലും അവസാനത്തിലും ഇസ്രായേൽ മക്കളിൽ യുദ്ധശേഷിയുള്ളവരെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനു വേണ്ടി ജനസംഖ്യാ കണക്ക് എടുക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത ദൈവത്തിനും മോശയ്ക്കുമെതിരെ കുറ്റം പറഞ്ഞു. എന്നിട്ടും അവരുടെ യാചനകൾക്ക് കർത്താവ് പ്രതിഫലം നൽകുന്നതായും ജനങ്ങളോട് കരുണ കാണിക്കുന്നതായും ഇവിടെ വിവരിക്കുന്നു. 20 വയസ്സിന് മുകളിലുള്ള യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരുടെ കണക്ക് ലേവി ഗോത്രത്തിൽപ്പെട്ടവരെ ഒഴിച്ച് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഓരോ ഗോത്രത്തലവന്മാരുടെ കീഴിൽ ആളാംപ്രതി പട്ടിക ചേർത്തു. മൊത്തം പുരുഷന്മാർ 6,35,550 പേരായിരുന്നു. സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്നതുകൊണ്ട് അവരോട് കൂടാരത്തിനു ചുറ്റും താവളമടിക്കാൻ കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിച്ചു. അതുപോലെ ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളം ഉറപ്പിക്കണമെന്നും കർത്താവ് കൽപ്പിച്ചു. അഹ്റോന്റെ 4 മക്കളിൽ നാദാബും അബീഹുവും സീനായ് മരുഭൂമിയിൽ കർത്താവിന്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചതിനാൽ മറ്റ് 2 മക്കളായ എലയാസറും ഇത്താമറും അഹ്റോന് കൂടെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി ലേവ്യരുടെ എണ്ണമെടുത്തപ്പോൾ സംഖ്യ 22,000 ആയിരുന്നു. ലേവി ഗോത്രത്തിൽപ്പെട്ട കോഹാത്യർക്കായിരുന്നു സാക്ഷ്യപീഠം ചുമക്കുന്നതിനു മാത്രമുള്ള അവകാശം. അതുപോലെ ലേവി ഗോത്രത്തിലെ ഗർഷോന്യർക്കും മെരായർക്കുമുള്ള ചുമതലകളും കർത്താവ് വിവരിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.